ഈ ഒരു വീഡിയോയിൽ നമ്മൾ സെയിൽസ് സ്ക്രീനിൽ റെസ്ട്രിക്ഷൻസ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് നമ്മൾ ചെയ്യേണ്ടത് മാസ്റ്ററിൽ പോയിട്ട് സ്റ്റാറ്റ്യൂട്ടറി സെറ്റിങ്സിൽ നമ്മൾ ആ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യണം. അതായത് POS അഡ്മിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇവിടെ പോയിട്ട് എനേബിൾ POS അഡ്മിൻ എന്നുള്ളത് ടിക്ക് ചെയ്യുക. അതുപോലെ അഡ്മിൻ ഫോർ ക്ലിയറിംഗ് സെയിൽസ് സ്ക്രീൻ എന്നുള്ളതും ടിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ POS അഡ്മിൻ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ പോയിട്ട് നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഓൾറെഡി നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ എക്സിസ്റ്റിംഗ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ കറണ്ട് പാസ്വേഡ് അടിച്ചു കൊടുക്കുക. പിന്നെ ഞാനിപ്പം എക്സിസ്റ്റിംഗ് പാസ്വേഡ് 123 ആയിരുന്നു. ഞാനിപ്പോൾ പുതിയൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പാസ്വേഡ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കാം. അപ്പോൾ യൂസേഴ്സ് ഈ പാസ്വേഡ് എല്ലാം മനസ്സിലാക്കിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ പാസ്വേഡ് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഞാനിപ്പം ഇവിടെ 9090 എന്ന് പറഞ്ഞ് പാസ്വേഡ് കൊടുത്തു. ആ പാസ്വേഡ് വീണ്ടും അത് തന്നെ കൊടുത്തു. 9090 അപ്ഡേറ്റ് ചെയ്തു. അതിനുശേഷം ഏത് യൂസർക്കാണോ ആ റെസ്ട്രിക്ഷൻ വേണ്ടത് ആ യൂസർക്ക് നമുക്ക് പെർമിഷൻസിൽ പോയിട്ട് അത് ആഡ് ചെയ്യണം. അസൈൻ പെർമിഷൻസ് എടുക്കുക. നമ്മൾ ആ യൂസറെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ സെയിൽസിൻ്റെ പെർമിഷനിൽ പോവുക. അവിടെ പോയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓതൻറ്റിക്കേഷൻ കോഡ് ഫോർ സെയിൽസ് സ്ക്രീൻ ക്ലിയർ ക്വാണ്ടിറ്റി മൈനസ് ലൈൻ കോഡ്. ഇത് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ സേവ് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ നമുക്ക് ആ യൂസറിൽ നമുക്ക് ലോഗിൻ ചെയ്യാം. ജോഹുറ 123. ഇനി ഞാൻ സെയിൽസിൻ്റെ സ്ക്രീൻ ഓപ്പൺ ആക്കി ഞാൻ ഐറ്റംസ് ആഡ് ചെയ്തു. ഓക്കെ, ആഡ് ചെയ്തു. അതിനുശേഷം ഞാനിപ്പം ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഞാൻ ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ അഡ്മിൻ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ നമ്മൾ ആരാണോ ആ ബ്രാഞ്ചിൻ്റെ അഡ്മിനായിട്ടുള്ളവർ അല്ലെങ്കിൽ ഇൻചാർജ് ആയിട്ടുള്ളവർ അവർ വന്നിട്ട് ഈ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പാസ്വേഡ് സെറ്റ് ചെയ്തേക്കുന്നത് 9090 ആണ്. അപ്പോൾ ഞാനിവിടെ 9090 എന്ന് അടിച്ച് കഴിയുമ്പോൾ താഴെ ഇത് എനേബിളായി. ഞാനവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ക്രീൻ ക്ലിയറായി. അതുപോലെ ഐറ്റംസ് ഞാനിപ്പം ക്വാണ്ടിറ്റി റിമൂവ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇത് 2 ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഞാനത് ഒരു ക്വാണ്ടിറ്റി ആക്കാനായിട്ട് നോക്കുകയാണ്. ഞാനിപ്പം മൈനസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പാസ്വേഡ് ചോദിക്കും. ഓക്കെ, പാസ്വേഡ് അടിച്ചാൽ മാത്രം കറക്റ്റാണെങ്കിൽ മാത്രം റിമൂവ് ആവും. അതുപോലെ ഞാനിവിടെ ഈ ഐറ്റം റിമൂവ് ചെയ്യാൻ നോക്കുകയാണ്. അതായത് വീണ്ടും മൈനസ് അടിച്ചിട്ട് ഞാനത് റിമൂവ് ചെയ്യാൻ നോക്കുകയാണ്. റിമൂവ് ചെയ്യാൻ കറക്റ്റ് പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ മാത്രം കണ്ടോ റിമൂവ് ആയി. അതുപോലെ ഇവിടെ ഞാൻ ഓയിഡ് ചെയ്യാൻ നോക്കി, അവിടെ പാസ്വേഡ് ചോദിക്കുന്നു. ഇനി ഞാൻ കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ അടിച്ച് നോക്കുകയാണ്. സെലക്ട് ചെയ്തു, ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, വീണ്ടും പാസ്വേഡ് ചോദിക്കുന്നു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഇത്. ഇനിയിപ്പം നമുക്കിപ്പം ഇവിടെ ഡയറക്റ്റ് നമ്മളിവിടെ ക്ലോസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും പാസ്വേഡ് അടിക്കാതെ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഐറ്റംസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് എനേബിൾ ആകത്തില്ല. ഓക്കെ, ഇതാണ് നമ്മൾ POS അഡ്മിൻ പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള കണ്ടീഷൻ. ഇപ്പോൾ നമുക്ക് ആ കണ്ടീഷൻ നമുക്കിപ്പം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അഡ്മിൻ ഓപ്ഷൻ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇത് രണ്ടും അൺടിക്ക് ചെയ്യുക, സേവ് ചെയ്യുക. ഇനി ഞാനിവിടെ ഐറ്റംസ് അടിക്കുകയാണ്. ക്ലോസ് ചെയ്ത് ഓപ്പൺ ആണ്. ഇതിൽ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മൾ സ്റ്റാറ്റ്യൂട്ടറിയിൽ ഇത് ഡിസേബിൾ ചെയ്ത ശേഷം നമ്മൾ ആ യൂസറുടെ പെർമിഷൻ കൂടെ റിമൂവ് ചെയ്ത് കളയണം. അസൈൻ പെർമിഷൻസിൽ പോയിട്ട് സെയിൽസ് ഇത് അൺടിക്ക് ചെയ്യുക.
എന്നിട്ട് സേവ് ചെയ്യുക. ഇത് നമ്മൾ ഒന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ആക്കണം. എന്നാലുള്ള ആ ഓപ്ഷൻ എനേബിൾ ആക്കുന്നു. ഓക്കെ, അപ്പോൾ അത് ഡിസേബിളായി. ഇതാണ് പെർമിഷൻ സെറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സെയിൽസിൻ്റെ സ്ക്രീനിൽ പെർമിഷൻ സെറ്റ് ചെയ്യുന്നത്.